നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ സാർ വിളിച്ചത്? ഞാൻ പലവട്ടം ആലോചിച്ചു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. കയ്യിലുള്ള പണം ഓരോ ദിവസം കഴിയുന്തോറും തീർന്നു നിന്ന് വരിക. ഇനി അധികകാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. തങ്കച്ചിയുടെ ഡീലിനെ കുറിച്ചാ സാറ് പറയണം. അത് മനസ്സിലായി. അതിന് തന്റെ വിശദീകരണം ആവശ്യമില്ല. സാറെന്താ തീരുമാനിച്ചത്? അവര് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സ്വീകരിക്കാന്നോ അതോ തള്ളാന്നോ? സ്വീകരിക്കാമെന്നാണ് സാറ് കരുതുന്നത്. കേസൊക്കെ തീരാൻ ഒരുപാട് കാലെടുക്കും. അതുവരെ പിടിച്ചു നിൽക്കണ്ടേ? താൻ മിണ്ടരുത്. ഡാഡിക്ക് എന്താ ഭ്രാന്തുണ്ടോ? അവർക്ക് കൊടുക്കാനായിരുന്നെങ്കിൽ അത് ഇന്നേ ആവായിരുന്നു. എന്തിനാ നമ്മൾ കേസ് കൊടുത്തത്? ഈ വീട്ടിൽ കയറി തങ്കച്ച് താമസം തുടങ്ങിയെന്ന് ഓർക്കണം. പരാതി കൊടുത്ത് അവരെ ഒഴിവാക്കി നമ്മളിത് തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്താനും നമുക്കറിയാം. കോടതി വിധി നമുക്ക് അനുകൂലം ആകും. അത് മനസ്സിലായതുകൊണ്ടാ ഒത്തുതീർപ്പ് നാടകമായിട്ട് അവര് വന്നത്. കോംപ്രമൈസ് ചെയ്യുന്നതിനോട് എനിക്കും യോജിപ്പില്ല സർ. ചെയ്യാം, മാന്യമായ ഒരു ഒത്തുതീർപ്പാണെങ്കിൽ. ഇതങ്ങനെയല്ലല്ലോ. ഈ വീടും ഹോസ്പിറ്റലും നമുക്ക് വിട്ടുതരട്ടെ. സ്ഥലത്തിലൊരു പോർഷൻ അവരെടുക്കട്ടെ. അവർക്ക് അവരുടെ കാശിനനുസരിച്ചുള്ള സ്വത്ത് മതിയല്ലോ. ഈ വീടും ഹോസ്പിറ്റലും വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? വഴക്കൊക്കെ എങ്ങനെയെങ്കിലും തീരുന്നല്ല നല്ലത്. അങ്ങനെ ഇപ്പൊ എങ്ങനെയെങ്കിലും തീരണ്ട. ഇതിന്റെയൊക്കെ പിന്നില് താൻ ഒറ്റ ഒരാളാണെന്ന് ഞങ്ങൾക്കറിയാം. ഇങ്ങനൊരു ഒത്തുതീർപ്പ് നടന്നാ തനിക്ക് എന്ത് തരാന്നാ തങ്കച്ചി പറഞ്ഞിരിക്കുന്നെ? അയ്യോ, ഞാൻ ബ്രോക്കറൊന്നുമല്ല കമ്മീഷൻ വാങ്ങി ഓരോന്ന് ചെയ്യാൻ. എനിക്ക് ഒരു രൂപേന്റെ പോലും ആവശ്യമില്ല. സാറിന് സമാധാനം കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഞാനിതൊക്കെ ചെയ്യണത്. ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടെ വാക്ക് അവഗണിച്ച് ഡാഡി തങ്കച്ചിയുമായിട്ട് ചേർന്ന ഞങ്ങൾ പിന്നെ ഡാഡിയുടെ കൂടെ ഉണ്ടാവില്ല. ഞങ്ങൾ വേറെ വീടെടുത്ത് മാറും. മുൻപ് ചെയ്തതുപോലെ ഡാഡി തനിച്ച് താമസിക്കേണ്ടി വരും. അതിന് സമ്മതമാണെങ്കിൽ എന്ത് വേണമെങ്കിലും അയക്കൂ. അതല്ല ഞങ്ങളുമായിട്ട് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്വാമിയുടെ വാക്ക് കേൾക്കാതെ തങ്കച്ചിയുമായിട്ടുള്ള പ്രപ്പോസൽ തള്ളിക്കളയണം. കോടതി തീരുമാനിക്കട്ടെ ഈ വീട് ആർക്കാന്ന്. അതുവരെ കാക്കാം. ഒന്ന് അനങ്ങി നടക്കാവോ? പ്രേമച്ചി, ഇതാര്? ചന്ദ്ര മേഡം അല്ലേ? മേഡമല്ല, എടവം. എന്തേ? അല്ല, ഈ അവസ്ഥയില് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ ചേച്ചിയുടെ ജോലിക്കാരിയാണെന്ന്. അത് തന്നെ അവസ്ഥ. 3 നേരം വെട്ടി വിഴുങ്ങുന്നുണ്ടല്ലോ. അതിന് പ്രതിഫലമായിട്ട് ചെയ്യിക്കുന്നതാ ഇതൊക്കെ. അയ്യോ, ഇത് മാത്രമല്ല, വീട്ടിലെ സകല ജോലി ഇപ്പൊ ഇവളാ ചെയ്യുന്നത്. മുറി അടിച്ചു വാരും, അലക്കും, പാചകം ചെയ്യും, പാത്രം കഴുകും, ബാത്റൂം കഴുകും, മീൻ വെട്ടും. അങ്ങനെ വീട്ടിലുള്ള സകല ജോലി ഇപ്പൊ ഇവളാ ചെയ്യുന്നത്. ആണോ മേഡം? ശരിയാണോ ഞാൻ ഈ കേൾക്കുന്നത്? വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോ ചെയ്യുന്നതാ ശരത്തെ. അല്ലെങ്കിലും വീട്ടു ജോലി ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ട. അങ്ങനൊന്നും അല്ല, ഇഷ്ടായിട്ടും അല്ല, ബലമായിട്ടേ ഞാൻ ചെയ്യിപ്പിക്കുന്നതാ. കഷ്ടമുണ്ട് മേഡം. നാടത്തെ പോലൊരാള് ഇങ്ങനൊരവസ്ഥയെ കാണുമ്പോ എനിക്ക് നല്ല സങ്കടമുണ്ട്. എങ്ങനെ കഴിഞ്ഞൊരു നാളാ. കയ്യിലിരിപ്പ് നന്നാവണം, ഇല്ലെങ്കിലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും.
അതിപ്പോ ഇവളാണെങ്കിലും ശരി, നീ ആണെങ്കിലും ശരി. എന്നാ ഞാൻ പോട്ടെ, പോയിട്ട് അത്യാവശ്യമുണ്ട്. ശരി.